SK Junction. ഗുഡ് മോർണിംഗ്. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. അല്ല, നമുക്കറിയാം ജീവിതമാണ് ലഹരി, ജീവിതമാകണം ലഹരി എന്ന് നമ്മളെല്ലാവരും ഇപ്പോൾ പലതരത്തിലുള്ള ക്യാമ്പയിനുകളിലൂടെയും ചർച്ചകളിലൂടെയും പല പ്രോഗ്രാംസിലൂടെയും കണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിൽ കൂടി വേണം എന്ന് നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു വിഭാഗം വ്യക്തികൾ നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നുണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് SK ജംഗ്ഷനിൽ ലഹരിയെ പറ്റി അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗത്തെ, അമിതമായ ഉപയോഗത്തെ പറ്റി നമുക്കൊരു അവയർനെസ് തരാൻ, നല്ല രീതിയിൽ ഒന്ന് മെന്റർ ചെയ്യാൻ ഇന്ന് SK ജംഗ്ഷനിൽ കൂടെ എത്തിയിട്ടുള്ളത്. ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജയചന്ദ്രൻ സാർ. സാർ നമസ്കാരം. സാറിനെ കൂടുതൽ പരിചയപ്പെടുകയാണെങ്കിൽ കോട്ടയം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു ആൻഡ് ഇപ്പോ നമ്മുടെ തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണർ ആയിട്ട് വർക്ക് ചെയ്യാണ്. സാർ എത്ര നാളായി സാർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട്? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ 28 വർഷത്തോളമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ സേവനകാലം. അതിനു മുമ്പും ഞാൻ ഈ ഔദ്യോഗിക സേവനത്തിൽ മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ടായിരുന്നു. എക്സൈസിൽ വരുന്നത് 1998 കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ 28 വർഷങ്ങളായി ജയചന്ദ്രൻ സാറിൻ്റെ സേവനം നമ്മുടെ നാടിന്, നമ്മുടെ അല്ലേ, നമ്മുടെ സമൂഹത്തിന് ലഭിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ഈ SK ജംഗ്ഷനിലൂടെ നമ്മൾ ഈ ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ സാറിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും, കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന് മുൻപ് സാർ, നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചധികം നാളുകളായിട്ട് ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം എത്ര ബുദ്ധിമുട്ടാണ് ഓരോ വ്യക്തികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുകയും പോലും ചെയ്യാത്ത അത്രയും പ്രായം കുറഞ്ഞ കുട്ടികൾ ചെയ്യുന്ന ഓരോ ക്രൈംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരെ ഏതാണ്ട് ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ വന്നിരുന്നത്. ആൻഡ് ഇപ്പോൾ അതിനൊരു കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കറിയാം, ഓരോ കേസുകൾ കാണുമ്പോൾ നമുക്കത് ഒരിക്കലും മറക്കാനാവാത്ത തരത്തിലുള്ള ക്രൈംസ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നതും ഏറ്റവും പ്രായം കുറഞ്ഞവരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് അറിയുമ്പോഴാണ്. സോ സാർ, നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു മെന്ററിങ് ആവശ്യമാണല്ലേ ഇന്നത്തെ കാലത്ത്? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. കാര്യം ഞാൻ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിലെ ഇന്നത്തെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഒരു വളരെയധികം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പല തലത്തിൽ നമ്മൾ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു നയമായിരുന്നു നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത്. അപ്പം അതിന് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതൊരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തത്തക്ക രീതിയിൽ ഈ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഒരു ഇവാലുവേഷൻ വിധേയമാക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു, അല്ലെങ്കിൽ ഒരു റിസൾട്ടിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അപ്പോൾ അതിൻ്റെ അകത്ത് ഇവാലുവേഷനിൽ നമുക്ക് ഇപ്പം വളരെയേറെ അലാമിംഗ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞത് തന്നെ അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. 2 വിഷയമാണ്. ഒന്ന്, ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ഔദ്യോഗിക തലത്തിലും അത് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏറ്റെടുത്ത് ഗവൺമെൻറ് തലത്തിൽ ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞപ്പോൾ, അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഘടകങ്ങളാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത്. ഒന്നിപ്പോൾ പറഞ്ഞ കാര്യം, അതായത് ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇത്രയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു സർവേ നടത്തി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാകുന്നത്, ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യങ്ങർ ജനറേഷനിലേക്കുള്ള ഇതിൻ്റെ ഒരു കടന്നുകയറ്റം. അപ്പോൾ അതായത് മുൻപൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ഏജ് എന്ന് പറയുന്നത് അത് ഈ 25 20കളിൽ നിന്നും 18കളിൽ നിന്നും ഒക്കെ താന്നു വന്നിട്ട് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിനാറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ അത്, അല്ലെങ്കിൽ പൊതുവിൽ പറഞ്ഞാൽ ഒരു ആഗോള ട്രെൻഡ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൈമറി തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെയേറെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിസ്ഫോടകാത്മകമായ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഘട്ടം. സമൂഹത്തിൽ നമ്മൾ എല്ലാവരും പേടിക്കേണ്ട 2 സാഹചര്യങ്ങളെ പറ്റിയിട്ടാണ് സാർ സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്ന് നമ്മൾ അറിഞ്ഞു, രണ്ടാമത്തെ ഘട്ടം ഏതാണെന്നും എന്താണെന്നും നമ്മൾ അറിയുന്നുണ്ട്. കേട്ടോണ്ടേയിരിക്കൂ, SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത് തന്നെ. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് SK ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണർ ജയചന്ദ്രൻ സർ. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണർ ജയചന്ദ്രൻ സർ. സർ, കുറച്ച് മുൻപേ നമ്മൾ സംസാരിച്ചായിരുന്നു, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ 2 ഘട്ടങ്ങളായിട്ടുണ്ട്. അതിലൊന്ന് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു, ലൈക്ക് യൂത്തിന്, അതായത് യങ്ങർ ജനറേഷനിലേക്ക് സുലഭമായിട്ട് ലഹരി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഒരു സാഹചര്യം. ആൻഡ് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഘട്ടം എന്താണ്?
മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യുന്ന 2 വിഷയങ്ങൾ. ഒന്ന് മദ്യമാണ്, രണ്ടാമത്തേത് മയക്കുമരുന്നാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ച് തുല്യതയോടുകൂടി കണ്ട് രണ്ടിനും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന്, ഈ മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അബ്കാരി നിയമമാണ് DT. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മയക്കുമരുന്ന് നിരോധന നിയമം NDPS. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ കൂടുതൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ദുരന്തം എന്ന് പറയുന്നത് മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ലഹരി കേസുകളിൽ സിംഹഭാഗവും ആ ഒരു മേഖലയിൽ നിന്നുള്ള കുറ്റകൃത്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനകത്തൊരു കഴിഞ്ഞൊരു 4-5 വർഷത്തിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മദ്യം പോലെ തന്നെ മയക്കുമരുന്ന് മേഖലയിലെ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്നു. അല്ലെങ്കിൽ കൺസംഷൻ്റെ കാര്യത്തിൽ ഒരു ട്രാൻസിഷൻ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ച് വളരെയേറെ അലാമിംഗ് ആയിട്ടുള്ള ത്രെറ്റാണ്. അതാണ് ഇപ്പം നമ്മൾ ഇനീഷ്യലി ഇപ്പം നമ്മൾ എടുത്തു പറയുമ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂ എന്ന് പറയുന്നത് അതാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട, എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങളെ പറ്റി നമ്മുടെ സ്വന്തം ജയചന്ദ്രൻ സാറ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ള തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ലഹരി കാരണം എത്ര ജീവിതങ്ങൾ, എത്ര വ്യക്തികൾ അവരുടെ നല്ലൊരു ഭാവി സ്പോയിലായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് മേ ബി നല്ലൊരു മാർഗനിർദ്ദേശമായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞിട്ടുള്ള ഒരു വാക്ക് മാത്രമായിരിക്കാം. സോ നമ്മൾ എന്താണ്, എങ്ങനെയാണ് ഇതിനോടൊക്കെ ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഇതിന് പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിയും. ആൻഡ് വി ഹാവ് ദ ബെസ്റ്റ് എക്സ്പേർട്ട് ടുഡേ. ജയചന്ദ്രൻ സാറാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണറാണ്. സാർ, നമ്മൾ കുറച്ച് മുൻപ് എന്താണ് ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്, ഏറ്റവും കൂടുതൽ ത്രെറ്റ് ആയിട്ട് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ആസ് യൂഷ്വൽ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത അത്രയും കൺസംഷൻ, അല്ല ലഹരിയുടെ കൺസംഷൻ ഒക്കെയാണ് അതിന് കാരണം എന്ന് പറഞ്ഞു. സോ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വിതരണം ചെയ്യുകയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് ഏത് രീതിയിൽ സമീപിക്കാം, അല്ലെങ്കിൽ അവരെങ്ങനെ നമുക്ക് ഈ ഒരു കാര്യം അറിയിക്കാം സാർ? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഇപ്പം ഈ വിവര വിനിമയത്തിന് വേണ്ടിയിട്ട് ആധുനിക സാങ്കേതികവിദ്യ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്, ഇപ്പം നവമാധ്യമങ്ങൾ ഉൾപ്പെടെ എക്സൈസിൻ്റെ വെബ്സൈറ്റ് ഉൾപ്പെടെ എല്ലാ സംവിധാനത്തിൽ കൂടിയും നമ്മുടെ ഓഫീസേഴ്സുമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നിലവിലുള്ള സംവിധാനമുണ്ട്. അത് പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും എല്ലായിടത്തും എക്സൈസിൻ്റെ ലൈവ് നിലവിൽ പേജുണ്ട്. അതിന് പുറമെ നമുക്കിപ്പോൾ വിവരങ്ങൾ അറിയിക്കണമെങ്കിൽ ടോൾ ഫ്രീ നമ്പറുണ്ട്. അത് 14405 എന്ന് പറഞ്ഞ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. അതിനകത്ത് നമ്മൾക്ക് ഇതുപോലെ കിട്ടുന്ന രഹസ്യ വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന മറ്റ് അറിവുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. അതല്ലാതെ നമുക്ക് ഈ മൊബൈൽ നമ്പർ അത് ഹെഡ് ക്വാർട്ടർ കേന്ദ്രീകരിച്ചും അല്ലാതെയും ജില്ലാതലത്തിലൊക്കെ മൊബൈൽ നമ്പറുകൾ നമുക്ക് വിവരവിനിമയത്തിനായിട്ട് ഉണ്ട്. അതിനകത്ത് 9447178000 അങ്ങനെ ഒരു നമ്പരും, അതുപോലെ 9061178000 ഈ 2 നമ്പറിലും നമുക്ക് ഹെഡ് ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് വിവരങ്ങൾ വിളിച്ചറിയിക്കാം. പിന്നെ അതുപോലെ തന്നെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും, അത് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന്, എക്സൈസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ എടുക്കാം. ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടേതായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പം അതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളും, അതുപോലെ അതിലെന്തെങ്കിലും ഒരു നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷന് പറ്റത്തക്ക രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഗവൺമെൻറ്റിനെയും ഒക്കെ സംബന്ധിച്ച് വളരെയേറെ സഹായകരമായിരിക്കും. അപ്പോൾ അത് പബ്ലിക്കിൻ്റെ ഇൻ്റർവെൻഷനാണ് ഇതിൻ്റെ അകത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ എല്ലാ മേഖലകളിലും നമ്മളൊരു പ്രവർത്തനം അതിൻ്റെ പരിപൂർണതയിൽ എത്തണമെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും നന്നായിട്ട് കാക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഇൻ്റർവെൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ വിവര വിനിമയം. അതിൽ കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് ഈ സംവിധാനത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പ്രവർത്തനങ്ങൾ
എത്തിക്കാനും അതുപോലെ ഇത്തരത്തിലുള്ള മേഖലകൾ, അതായത് നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള ദുർബല മേഖലകൾ കണ്ടെത്താനും അവിടെ യഥാസമയം ഇടപെടാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ നമുക്കതിൻ്റെ കൂടെ പറ്റും. പിന്നെ ഇതല്ലാതെ പിന്നെ ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ എന്തെങ്കിലും സഹായങ്ങൾ അതെല്ലാ ജില്ലയിലും പിന്നെ അത് ഈ കൗൺസിലിങ്ങിന് നമ്മൾ ഈ ടോൾ ഫ്രീ നമ്പറായ 14405 വിളിച്ചു കഴിഞ്ഞാൽ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. ഇനി അതല്ലെങ്കിൽ ജില്ലാതലത്തിൽ എല്ലാ ജില്ലയിലും ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. അതുപോലെ 3 സോണൽ കൗൺസിലിംഗ് സെൻ്റർ. സോണൽ കൗൺസിലിംഗ് സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ കൗൺസിലിംഗ് രംഗത്ത് പ്രാവീണ്യമുള്ള ആൾക്കാർ, അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെലി കൗൺസിലിങ്ങും അല്ലാതെ അവിടെ ചെന്ന് നേരിട്ടാണെങ്കിലും നമുക്ക് പിന്നെ ഈ കൗൺസിലിംഗ് നടത്താനുള്ള സൗകര്യം ഈ 3 മേഖല പിന്നെ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ട് അവിടെ അതിനുള്ള ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അതല്ലാതെ ജില്ലാതലത്തിൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്, അപ്പോൾ അതിൻ്റെ നമ്പറുകൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഒരുപാടുണ്ട്. അതിൻ്റെ അത് കോട്ടയത്തെ പിന്നെ ഡി അഡിക്ഷൻ സെൻറ്റർ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പിന്നെ പ്രവർത്തിക്കുന്നു. അപ്പം അവിടുത്തെ പിന്നെ നമ്പറുണ്ട്. ഇനി അത് സൈറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ പാലായിലെ നമ്പർ 6238600251 ആണ് അവിടുത്തെ നമ്പർ. ഓക്കെ സാർ. സോ നമ്മളെല്ലാവരും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ ഫീഡ് ചെയ്യേണ്ട കോൺടാക്ട്സുകളാണ് ജയചന്ദ്രൻ സാർ നമുക്ക് പറഞ്ഞു തന്നത്. സാർ, നമുക്ക് എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോയതിനു ശേഷം ബാക്കി ഇൻഫർമേഷൻസ് അറിയാം, കേൾക്കാം, മനസ്സിലാക്കാം. കൂടെയുള്ള തന്നെയാണ് SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം കൂടെയുള്ളത് തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണറാണ്. സോ കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഇല്ലീഗലായി ലഹരി ഉപയോഗിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് പറഞ്ഞായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും വ്യക്തികൾ പേടിച്ചിട്ട് ചിലപ്പോൾ കണ്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റാതെ പോകുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഈ കാര്യം പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ളൊരു പേടിയിൽ കുറേ പേര് മേ ബി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാതിരിക്കാം. അങ്ങനെയുള്ള സാധ്യതകളും കൂടുതലാണല്ലോ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അവർക്ക് ഒരു ഉറപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? ലൈക്ക് അവർ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ, അതായത് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിന്റെ പേരിൽ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? ഉറപ്പായിട്ടും. അതാണല്ലോ നമ്മുടെ കാര്യം. ഇതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ ഇൻഫർമേഷൻ അത് കോൺഫിഡൻഷ്യലായിട്ട് വെക്കുക. അത് ഏത് മേഖലയിലാണ്, അത് ഈവൻ കൗൺസിലിങ്ങിനാണെങ്കിൽ പോലും അതിൻ്റെതായ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഈ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഉറപ്പായിട്ടും മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അത് ഓപ്ഷനിലാണ്. നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് ഈ വൈറ്റൽ ഇൻഫർമേഷൻ ആണ് നമ്മളെപ്പോഴും പ്രാമാണ്യം കൊടുക്കുന്നത്. ഓക്കെ സാർ. അപ്പോൾ എനിക്കും സാർ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ കാർന്ന് തിന്നുന്ന ഒരു വിഷം തന്നെയാണ് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് മുതലായ കാര്യങ്ങൾ. സോ ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കണമെങ്കിൽ സമൂഹം തന്നെ നേരിട്ട് ഇറങ്ങണം. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പരിചയത്തിലോ ലഹരിയുടെ ഉപയോഗമോ അല്ലെങ്കിൽ വിതരണമോ കാണുകയാണെങ്കിൽ കുറച്ച് മുൻപേ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള നമ്പേഴ്സുകളിൽ വിളിച്ച് ധൈര്യമായിട്ട് ആ ഒരു ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അത് ജെനുവിൻ ഇൻഫോർമേഷൻ ആവണം എന്നുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സോ എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് SK ജംഗ്ഷനിൽ ഈ ഒരു വിഷയത്തെ പറ്റി അറിയുന്നുണ്ട്. ആൻഡ് നമ്മോടൊപ്പം തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോയിന്റ് കമ്മീഷണർ ജയചന്ദ്രൻ സാർ തന്നെയാണ് കൂടെയുള്ളത്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. സോ SK ജംഗ്ഷനിൽ നമ്മളെല്ലാവരും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ നാടിന് തന്നെ വിപത്തായിട്ട് മാറാൻ പോകുന്ന ലഹരി ആൻഡ് ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം. ഇതിനൊക്കെ ഒരു തടയിടേണ്ടത് നമ്മൾ തന്നെയാണ്. സോ അതിനായിട്ട് സർഗക്ഷേത്ര 89.6 FM നമ്മുടെ ജീവിതമാകട്ടെ ലഹരി എന്നുള്ളൊരു ക്യാമ്പയിനുമായിട്ട് നമ്മൾ ഇന്ന് വീണ്ടും എത്തിയിരിക്കുകയാണ്. ആൻഡ് നമ്മോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ കൂടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണർ ജയചന്ദ്രൻ ആർ. ജയചന്ദ്രൻ സാർ, നമ്മൾ ഏത് നമ്പറിലേക്കാണ് നേരിട്ടൊരു വ്യക്തി ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗം കാണുകയാണെങ്കിലോ വിതരണം ചെയ്യുകയാണെങ്കിലോ അറിയിക്കേണ്ടത് എന്ന് കുറച്ച് മുൻപേ സംസാരിച്ചായിരുന്നു. ശരിക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്
ഡിപ്പാർട്ട്മെന്റിനെ മാത്രം പ്രധാനമായിട്ട് എടുക്കുകയാണെങ്കിൽ അവരുടെ ജോലി എന്ന് പറയുന്നത് മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് തടയുക, അതുപോലെ തന്നെ സമൂഹത്തിന് നല്ല രീതിയിലുള്ള ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതൊക്കെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നതാണ്. മറ്റ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ആക്ച്വലി നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അതിൻ്റെ ആൻസിലിയറി ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞത്. അതായത് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം, അതായത് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് അതിൻ്റെ പരിപൂർണതയിൽ എത്തണമെങ്കിൽ കണ്ടെത്തിയത് കൊണ്ട് മാത്രമായില്ല, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായ പ്രവർത്തനങ്ങൾ. അത് ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് അത് പ്രിലിമിനറി സ്റ്റേജ് മാത്രമാണ് ഈ കണ്ടെത്തൽ. പിന്നെ അതിനുശേഷം സബ്സീക്വൻ്റായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രൂത്ത് ഫൈൻഡിങ് പ്രോസസ്സാണ്. അപ്പോൾ അത് കുറ്റകൃത്യത്തെ സംബന്ധിച്ചിട്ടുള്ള അത് നമ്മൾ കാണുന്നതിനപ്പുറമുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കാണും. അപ്പോൾ അതും കൂടി നമുക്ക് അനാവരണം ചെയ്തെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സത്യസന്ധമായ പ്രവർത്തനം ഒരു ലക്ഷ്യത്തിലെത്തി എന്ന് നമുക്ക് പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആസ്പെക്ട്. ഇനി മൂന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കുറ്റവിചാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ട് അതും ഇതേ രീതിയിലുള്ള പ്രോസസ്സാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൂത്ത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സീഡ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഇന്നത്തെ നീതി നിർവഹണ സംവിധാനം അനുസരിച്ചിട്ട് കോടതിയാണ് അത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ അവിടെ നമ്മളത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലുള്ള എഫേർട്ട് ആ മേഖലയിലുണ്ട്. അപ്പം എൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ 3-4 തലത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ പോകുന്നത്. അപ്പോൾ അത് അബ്കാരി കുറ്റകൃത്യമുണ്ട്. അതുപോലെ തന്നെ അബ്കാരി കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ മദ്യവുമായി ബന്ധപ്പെട്ട വിശാലമായൊരു മേഖലയുണ്ട്. അപ്പോൾ ഈ മദ്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഈ മയക്കുമരുന്നും മദ്യവും തമ്മിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ സമ്പൂർണ്ണ നിരോധനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ NDPS ആക്ട് അനുസരിച്ച്, അതായത് 2 കാര്യങ്ങൾ ഒഴികെ, അതായത് നമ്മുടെ എന്തെങ്കിലും മെഡിക്കൽ പർപ്പസോ അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ഒഴിച്ച് അതിന് മാത്രമേ എക്സംഷൻ ഉള്ളൂ. ബാക്കി ഒരു കാര്യങ്ങളിലും കൺസംഷൻ നോട്ട് അറ്റ് ഓൾ പെർമിറ്റഡ് ആണ്. അതേസമയം മദ്യത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമ്മൾ പിന്നെ ഇളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കൺട്രോളിങ് മെഷേഴ്സ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലാകാലങ്ങളിലുള്ള ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കർശനമായ നിയന്ത്രണത്തിലും അതുപോലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണ് ഇത്തരത്തിലുള്ള മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലുള്ള ഇടപാടുകൾ നടത്തേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അതിന് ലൈസൻസ് സിസ്റ്റവും അതിൻ്റെ നിയന്ത്രണങ്ങളും, അപ്പോൾ അതൊക്കെ മറ്റൊരു മേഖലയാണ്. അപ്പോൾ അതും ഇതിന് സമാനമായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ലൈസൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ അകത്തൊരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പലപ്പോഴും ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, ഇത് വിതരണം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണോ ഇത് എന്നുള്ളത്. ആക്ച്വലി അങ്ങനെ അല്ല. കാര്യം ഇതിൻ്റെ അകത്തുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മളിപ്പോൾ മയക്കുമരുന്നിൻ്റെ കാര്യത്തിലായിരുന്നെങ്കിലും നമുക്കറിയാം ഈ ഓപ്പിയം അതുപോലെയുള്ള ഇതൊക്കെ ഡ്രഗ്സൊക്കെ അതിൻ്റെ അകത്തുള്ള ഈ അഡിക്ട്സിൻ്റെ കാര്യം നമ്മൾ കണ്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മളുടെ ട്രഷറികൾ മുഖാന്തരം പോലും വിതരണം ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക ഓർമ്മയ്ക്കപ്പുറത്തുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഇതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അഡിക്ട്സിനെയും നമ്മളൊരു സമൂഹത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരെയും കരുതലോടുകൂടി കണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സബ്സീക്വൻ്റായിട്ട് അതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വന്ന് അങ്ങനൊരു പ്രാക്ടീസെ അബോളിഷ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഈ മദ്യത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് നിരോധിക്കത്തക്ക രീതിയിൽ ഒരു സാമൂഹ്യാവസ്ഥ നമ്മൾ ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പം അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിനേക്കാളും എളുപ്പം ഇത് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് സിറ്റുവേഷൻ കൈവിട്ടു പോകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങൾ നമ്മളുടെ മേഖലയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മറ്റ് സംവിധാനങ്ങൾ പകരം അവിടെ ഈ പകരം സംവിധാനങ്ങളുമായിട്ട് ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഈ ക്വാളിറ്റി എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. അത് ലിക്കറാണെങ്കിലും നമ്മൾ പെസ്റ്റിസൈഡ് ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ക്വാളിറ്റി മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇത് ആ ഒരു പ്രോസസ്സിലാണ് നമ്മളിത് സബ്സീക്വൻ്റായിട്ട് ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ആക്ച്വലി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 47-ൽ
ഇന്ത്യൻ ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഡ്രഗ് ആൻഡ് ലിക്കർ ഫ്രീ സൊസൈറ്റിയിലേക്കാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ള ലക്ഷ്യം, അതാണ് നിർദ്ദേശക തത്വം. അതിലേക്കുള്ള വിവിധ സ്റ്റെപ്പുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ പറഞ്ഞൊരു പ്രോസസ്സ്. അപ്പം അതുകൊണ്ട് നിലവിൽ ഇത് രണ്ടും കുറച്ച് കാര്യം, ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ ലൈസൻസിങ് ഉൾപ്പെടെയുള്ള കുറച്ച് നടപടിക്രമങ്ങളും കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ മൂന്നാമത്തേതാണ് പുകയില വിരുദ്ധ നിയമം. അപ്പോൾ അവിടെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കോട്ട്പ ആക്ട്, അത് കേന്ദ്ര നിയമമാണ്. അവിടെയും കുറേയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഈ മേഖലയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് പുകയില ഉപയോഗത്തിലൂടെയാണ് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഈ 3 നിയമങ്ങളുടെയും നല്ല രീതിയിലുള്ള എൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളത് ഈ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്ന് നമ്മൾ വളരെ ബ്രീഫായിട്ട് അറിഞ്ഞു. ജയചന്ദ്രൻ സാർ തന്നെയാണ് കൂടെയുള്ളത്. അദ്ദേഹം തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണറാണ്. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മോടൊപ്പം SK ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണർ ജയചന്ദ്രൻ സാറാണ്. നമുക്കറിയാം, നമ്മൾ ഇത്രയും നേരം ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ജീവിതമാകണം നമ്മുടെ എല്ലാവരുടെയും ലഹരി എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതിനുള്ളൊരു അവയർനെസ് പ്രോഗ്രാം കൂടിയാണ്. കുറച്ചു മുൻപേ നമ്മൾ സംസാരിച്ചായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസിനെ പറ്റിയും റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയും. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് പബ്ലിക്കിന് ബോധവൽക്കരണം നൽകുക എന്നുള്ളത്, അവയർനെസ് നൽകുക എന്നുള്ളത്. ഈ നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചും അവയർനെസ് അത് വളരെ പ്രധാനമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ എല്ലാ സിറ്റിസണും ലീഗൽ ആസ്പെക്ട്സിനെ പറ്റി അവെയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രിസംഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഏതൊക്കെ വേദികളുണ്ടോ അവിടെയെല്ലാം ഇതിൻ്റെ ഡ്രഗിൻ്റെ അതുപോലെ ലിക്കറിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ദൂഷ്യവശങ്ങൾ, അതുപോലെ അതിൻ്റെ നിയമങ്ങൾ ഏത് തരത്തിലാണ്, അത് നമ്മൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആ മേഖലയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഡി അഡിക്ഷൻ, അതായത് ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പും, അതായത് ഈ ഡ്രഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലിക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു സോഷ്യൽ സപ്പോർട്ടോടു കൂടി മാത്രമേ, അതായത് മറ്റെല്ലാ രോഗാവസ്ഥയും പോലെ ഒരു സിറ്റുവേഷനാണ് ഡ്രഗ് അഡിക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അഡ്രസ്സ് ചെയ്യാതെ അല്ലെങ്കിൽ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്കൊരു സൊസൈറ്റി എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ആ ഒരു മേഖലയിൽ നമ്മൾ 2-3 തലത്തിൽ, അതായത് ഈവൻ കൗൺസിലിങ് ആദ്യഘട്ടത്തിൽ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആൾക്കാരെ നമുക്ക് പലപ്പോഴും കൗൺസിലിങ്ങിൽ കൂടി പിന്തിരിപ്പിക്കാൻ പറ്റും. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വശങ്ങളും, നമ്മൾ അതിൻ്റെ എല്ലാ സാധ്യതകളും അത് ഒരു വശത്ത് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതിനുള്ള രീതിയിൽ ജില്ലാതലത്തിലും അതുപോലെ തന്നെ ഈ മേഖലാതലത്തിലും അതിൻ്റെ ഭാഗമായിട്ട് ഈവൻ ഇപ്പോൾ എക്സൈസിലെ തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ കൗൺസിലിങ്ങിൽ പ്രാപ്തരാക്കത്തക്ക രീതിയിൽ നിംഹാൻസിൻ്റെ ട്രെയിനിങ് വരെ കൊടുത്തിട്ടുണ്ട്. കാര്യം അത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തേണ്ട ചില പ്രവർത്തനങ്ങളാണ്. അപ്പം അടുത്ത ഘട്ടം വരുമ്പോഴത്തെ ആദ്യ ഘട്ടത്തിൽ കൗൺസിലിങ്, രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഡി അഡിക്ഷൻ എന്ന സ്റ്റേജിലേക്ക്. ഇപ്പോൾ കൗൺസിലിംഗ് സ്റ്റേജിൽ നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പറ്റാതെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു മെഡിക്കൽ അഡ്വൈസും ട്രീറ്റ്മെൻറ്റും അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകുമ്പം അവർക്ക് സപ്പോർട്ട്, അതിപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഇപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രിയാണ് ഈ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മൂന്നാമത്തെ ആസ്പെക്റ്റാണ് ഈ അതിന് ശേഷമുള്ള റീഹാബിലിറ്റേഷനും ഫർദറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഫർദറായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ പ്രവർത്തനങ്ങളുണ്ട്. അത് ഒന്ന് പ്രിവെൻറ്റീവായിട്ടും പിന്നെ റീഹാബിലിറ്റേഷനായിട്ടും വരും. ഇത് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ഒന്നുകിൽ സാമൂഹ്യാവസ്ഥയുടെ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ ചില ദുർബല വിഭാഗങ്ങളുടെ ചില മേഖലകളിൽ നിന്ന്, കാര്യം അവർക്ക് മറ്റ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിജീവനത്തിന് മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോൾ പലപ്പോഴും അത്തരം മേഖലയിലേക്ക് പോവുക, അതായത് ഈ ചാരായവാറ്റ്, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക്.
അപ്പോൾ അത് നമ്മൾ തടയണമെങ്കിൽ ആ ഒരു മേഖലയിൽ കടന്നു കയറി അവിടെ ബോധവൽക്കരണം, അതുപോലെ സമാന്തരമായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, ആരോഗ്യ പ്രവർത്തനങ്ങൾ, പിന്നെ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ ടൈം ഒരുപാട്. അപ്പോൾ അത്തരം ഫ്രീ ടൈമുകൾ എങ്ങനെ നമുക്ക് ഈ കുറച്ചുകൂടി ഈ സമൂഹത്തിൽ ഗുണകരമായ രീതിയിൽ അവരുടെ ചിന്തകളെയും പ്രവൃത്തിയെയും ഒക്കെ നമുക്ക് ആ ഒരു നിലയിൽ എങ്ങനെ രൂപകൽപ്പന ചെയ്തെടുക്കാം എന്നുള്ള ചിന്ത. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുപാട് ഈ കോംപ്രിഹെൻസീവായിട്ടുള്ളൊരു ആക്ഷനാണ് ഈ വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നത്. അപ്പം സർവ്വതല സ്പർശിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഗ്രേറ്റ് സാർ. ഓക്കെ, അപ്പോൾ എനിക്ക് നമ്മളിപ്പോഴും പറയുന്ന ഒരു കോട്ടാണ് ആക്ച്വലി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. അതായത് ഒരു രോഗം വരുന്നതിന് മുൻപേ അതായത് അതിനെ തടയാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ശരിക്കും കുറച്ച് മുൻപേ സാറ് പറഞ്ഞു ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥ തന്നെയാണ്. അപ്പോൾ അതിനെ കൗൺസിലിങ്ങിലൂടെ നമുക്ക് മാറ്റാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് അതിലും മികച്ചൊരു കാര്യമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ എക്സൈസ് ഓഫീസേഴ്സിനും നമ്മുടെ വക ഒരു ബിഗ് സല്യൂട്ട് കൂടി പറഞ്ഞിട്ട് നമ്മളിതാ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് അങ്ങോട്ട് പോവാണ് സാർ. പാട്ടുകൾക്ക് ശേഷമായിരിക്കും ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് അന്ന. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് കൂടെയുള്ള തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മളെ മാത്രമല്ല നമ്മളെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന ഓരോരുത്തരെയും അവരുടെ ജീവനും വിപത്താണ്. സോ അതിനെ നമുക്ക് മൊത്തത്തിൽ തുടച്ചു നീക്കണമെങ്കിൽ ബോധവൽക്കരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ സർഗക്ഷേത്ര 89.6 FM നമ്മൾ അത് തന്നെയാണ് ഇന്നും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് നമ്മോടൊപ്പം ഒരു എക്സ്പേർട്ട് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മുൻ കോട്ടയത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണർ ജയചന്ദ്രൻ സാർ. സാർ കുറച്ച് മുൻപ് സംസാരത്തിൽ വന്നൊരു കാര്യമായിരുന്നു ആക്ച്വലി നമ്മുടെ 14 ജില്ലകളിലും 14 ഡി അഡിക്ഷൻ സെന്റർ വീതം ഉണ്ട് എന്നുള്ളത് കേരളത്തിലല്ലാതെ വേറെ ഇടങ്ങളിലൊന്നും നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കില്ല എന്ന് അല്ലേ? ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കൂടി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഗവൺമെൻറ് തലത്തിൽ ഇപ്പം വിമുക്തിയുടെ പ്രവർത്തനങ്ങളൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എത്താൻ പറ്റുന്നുണ്ട്. യെസ്. അപ്പോൾ ഓരോ ജില്ലകളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്സ് എത്രത്തോളമാണ് സാർ? അത് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പം ഈ ഒരു പരിധി വരെ ഇതിൽ നമ്മൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ പിന്നെ അവരെ നമുക്ക് എത്രത്തോളം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് അവരുടെ ഒരു ഫീഡ്ബാക്ക്, അതൊരു തരത്തിൽ. പിന്നെ രണ്ടാമത്തേത് ഇതിൻ്റെ അകത്ത് കൗൺസിലിങ്ങിലൂടെ നമുക്ക് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുന്നവരുടെ ഒരു അത് കൂടാതെ മൂന്നാമത്തേന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൽ ട്രീറ്റ്മെൻറ്റിന് വിധേയരായ ആൾക്കാർ, അപ്പോൾ അവരുടെ ഒരു ഫോളോ അപ്പ്, അതായത് മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ അതിൻ്റെ അകത്തൊരു അവരുടെ ഒരു പിന്നെ റിയാക്ഷൻ എന്താണ് ഇതുമായി കഴിഞ്ഞിട്ട്. അപ്പം എപ്പോഴും നമ്മളൊരു പരിപാടി നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു റിസൾട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരെ ട്രീറ്റ് ചെയ്തു, അവരത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയി ഏത് രീതിയിലായി എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു എഫേർട്ടൊക്കെ ചിലപ്പോൾ വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ മേഖലയിലും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഈ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട്, കാര്യം അതിപ്പോൾ പലപ്പോഴും പിന്നെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ ഭാഗമായിട്ടും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ആയി ചേർന്നിട്ടുള്ള ഇതിൻ്റെ ഒരു പിന്നെ മറ്റ് അതർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് അതിപ്പം പിന്നെ മീറ്റിങ്ങുകളാണെങ്കിലും ശരി, ഇതുപോലെ കൂട്ടായ്മകളാണെങ്കിലും ശരി, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ ഇതൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു സാമൂഹ്യ ജീവിതം, അതായത് പഴയ ഒരു തരത്തിലേക്ക്, അതായത് സമൂഹത്തിൽ നിന്ന് മാറി ചിന്തിക്കത്തക്ക രീതിയിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും പുറംപോക്കുകളിലേക്ക് അവർ നയിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ നിന്നോ അവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അത് പല തലത്തിൽ, അതായത് അതിനകത്ത് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ മോട്ടിവേഷൻ ക്ലാസ്
അല്ലാതെ നമ്മൾ പലപ്പോഴും ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പലപ്പോഴും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നത് യുവാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാന്ന് വെച്ചാൽ കരിയർ ഗൈഡൻസ് പോലെയുള്ള ആ മേഖലയിലെ വിദഗ്ധന്മാരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ പലപ്പോഴും എഫക്റ്റഡ് ആകുന്നവരുടെ മാനസികാവസ്ഥ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാര്യം ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ രക്ഷിതാക്കളാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് എഫക്റ്റഡ് ആയി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചും പലപ്പോഴും അതിജീവനം ഇവരുടെ സാന്നിധ്യം കൊണ്ടോ ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ പലപ്പോഴും ബുദ്ധിമുട്ടിലാവാറുണ്ട്. അപ്പോൾ അവരെയും സിറ്റുവേഷൻ ഇതാണ്. നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഹാർഷായിട്ടോ അഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റെപ്പല്ല ഇതിൻ്റെ അകത്ത്. കുറച്ചുകൂടി നമ്മൾ എന്താ പറയുന്നത്, അവരെ ഒന്നും കൂടി നമുക്ക് നേരെ നടത്താൻ പറ്റത്തക്ക രീതിയിലുള്ള, അതായത് പ്രതീക്ഷാനിർഭരമായ ഒരു കുടുംബാന്തരീക്ഷവും ചുറ്റുപാടുകളും നമുക്കതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ട് അവരെയും കൂടി നമ്മുടെ സമൂഹത്തിൻ്റെ ആക്കണമെങ്കിൽ ഈ കൂടെയുള്ളവരുടെയും കൂടി ഒരു സാന്നിധ്യവും കരുതലും പ്രവർത്തനമൊക്കെ നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പം അവരെ ഈ പറഞ്ഞ രീതിയിൽ ഈ അവരുടെ മാനസികാവസ്ഥയൊക്കെ നമ്മൾ നോർമലാക്കി എടുക്കത്തക്ക രീതിയിൽ ഇത്തരം പരിപാടികളുടെ ഭാഗമായി യോഗ ഉൾപ്പെടെയുള്ള റിലാക്സേഷൻ ടെക്നിക്സ് അതിലവരെ ഭാഗവാക്കാക്കുന്നുണ്ട്. കാര്യം അവരെയും കുറച്ചുകൂടി യുക്തിസഹമായിട്ട് ചിന്തിച്ചിടപെടത്തക്ക രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ കൈവരിക്കാൻ വേണ്ടി അവരെ പര്യാപ്തമാക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്നൊരു റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോളോ അപ്പിലൂടെ നമ്മൾ നടത്തി വരുന്നത്. അപ്പോൾ അത് ഒരു പരിധി വരെ അത് വിജയം കണ്ടപ്പോൾ, അതായത് നമ്മൾ നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഈ രണ്ട് ആസ്പെക്റ്റും ഉണ്ട്. നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ ശിക്ഷിക്കാൻ മാത്രമല്ല, രക്ഷിക്കാനും കൂടി. അപ്പോൾ അതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിനുള്ള പ്രൊവിഷനും നിയമത്തിലുണ്ട്. അതിനുള്ള പ്രൊവിഷനും നിയമത്തിൽ തന്നെയുണ്ട്. കാര്യം അതിപ്പം മയക്കുമരുന്ന് നിരോധന നിയമം പറയുകയാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഈ ചെറിയ രീതിയിലുള്ള കുറ്റകൃത്യം, അതായത് ബിഗിനേഴ്സ്, അവരെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ച് നമ്മൾ ഇപ്പം കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ലാസ്റ്റ് സ്റ്റേജിൽ അവരെ സംബന്ധിച്ച് നമ്മുടെ വ്യഗ്രത, അതായത് അവർക്ക് ഈ പറഞ്ഞ അവരുടെ പ്രശ്നങ്ങൾ, അവർ അഡിക്റ്റാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ചെറിയ രീതിയിലുള്ള സാഹചര്യവശാലുള്ള ചെറിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ അവരെ അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളും കൂടി പരിഗണിച്ച് ഡി അഡിക്ഷൻ ഉൾപ്പെടെയുള്ള നമ്മൾ കുറച്ചുകൂടി സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് അവർ വില്ലിങ് ആകുകയാണെങ്കിൽ അവരെ ആ രീതിയിൽ നമ്മൾ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അതിന് വില്ലിങ് ആകുകയാണെങ്കിൽ അതിനൊരു ഇനീഷ്യൽ ടൈം നമ്മൾ കൊടുക്കും. അപ്പോൾ അതൊരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ അതിന് അവരുടേതായിട്ടുള്ള ഈ ചുറ്റുപാടുകളും കൂടി പരിഗണിച്ചിട്ട് അവരെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലോ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലൊക്കെ പറഞ്ഞയച്ചിട്ട് അവർ ഈ സക്സസ്ഫുള്ളായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസിക്യൂഷനിൽ വരെ ഒഴിവാക്കാനുള്ള വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. അപ്പോൾ അതുൾപ്പെടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് നമ്മൾ സൃഷ്ടിയും സംഹാരവും രണ്ടും ഇതിൻ്റെ 2 വശങ്ങളായിട്ട് തന്നെ, കാര്യം ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ തിരിച്ചു നടത്തക്ക രീതിയിലുള്ള ഈ നേരത്തെ പറഞ്ഞതുപോലെ ശിക്ഷ കൊടുക്കാതെ മുഖ്യധാരയിൽ കൊണ്ടുവരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളും രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിലുള്ള ഗൈഡ് ലൈൻസും അതുപോലെ നിയമപരമായിട്ടുള്ള ഗൈഡ് ലൈൻസും, അത് രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ടാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം. വെരി ഗുഡ്. കേട്ടോണ്ടേയിരിക്കൂ SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് തന്നെ യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണർ ആയിട്ടുള്ള ജയചന്ദ്രൻ സാർ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു സംസ്ഥാനത്തിലെ ഓരോ ജില്ലകളിലുള്ള ഡി അഡിക്ഷൻ സെന്ററുകളുടെ പ്രവർത്തനങ്ങളെ പറ്റി അല്ലെങ്കിൽ ഫീഡ്ബാക്കുകളെ പറ്റി. സാർ, നമുക്കറിയാം ഈ ഓരോ ഡി അഡിക്ഷൻ സെന്റേഴ്സും, അതായത് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ ഓരോ സ്ഥലത്തുള്ള ഈ ഡി അഡിക്ഷൻ സെന്റേഴ്സിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതുപോലെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ചേർന്നിട്ടാണ് നടത്തുന്നത് അല്ലേ? അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട്? ലൈക്ക് ഇപ്പോൾ യോഗ അല്ലെങ്കിൽ മെഡിക്കൽ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ സംസാരിച്ചു. അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഇനി നടത്താൻ പ്ലാനുകളുണ്ടോ? അല്ല, ഇത് ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞു നമ്മളൊരു ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിഗിനിങ് സ്റ്റേജിലാണ്. കാര്യം വെച്ചാൽ വിമുക്തിയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സൃഷ്ടിപരമായിട്ട് നമ്മളതൊന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം അതിനകത്ത്
ഈ പറഞ്ഞ രീതിയിൽ മാനസികോല്ലാസം അതുപോലെ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അതെല്ലാ മേഖലയിലും. അപ്പോൾ അത് ഒരു ഉദാഹരണം പറഞ്ഞ് ഇപ്പം പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. അവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും പരിമിതികൾക്കും ഒക്കെ അകത്ത് നിന്നുകൊണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും അത്തരം ഡി അഡിക്ഷൻ സെൻറ്റേഴ്സുമായി ചെന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ അവിടുത്തെ ക്ലയൻസും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കുറ്റകൃത്യത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞ രീതിയിൽ ഡി അഡിക്ഷൻ അത് ഏതെങ്കിലും മേഖലയിൽ പോയി ഡി അഡിക്ഷൻ കഴിഞ്ഞ ആൾക്കാരുടെ ഒക്കെ ഒരു ഗെറ്റ് ടുഗദർ നടത്താറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിലൂടെ നമുക്ക് അവരുടേതായിട്ടുള്ള പിന്നെ ഈ എക്സ്പീരിയൻസ് ഷെയർ പിന്നെ അവരുടേതായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ സബ്സീക്വൻ്റ് ആയിട്ട് അവർക്ക് നമ്മുടെ സമൂഹത്തിൽ പിന്നീട് തിരിച്ചു നടന്നതിന് ശേഷം അവർക്ക് എന്തെല്ലാം കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒരു മാതൃകാപരമായിട്ട് ഇത്തരം വേദികളിൽ അവതരിപ്പിച്ചിട്ട് അവരെ കൂടി തിരിഞ്ഞ് നടക്കത്തക്ക രീതിയിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രാവീണ്യമുള്ള സൈക്കോളജിസ്റ്റും ഡോക്ടർമാരും അവരുടെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആ പ്രവർത്തനം അത്തരം മേഖലകൾ നടത്തിയത്. പിന്നെ അതല്ലാതെ ഇപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്കൂൾ ഉൾപ്പെടെയുള്ള സംവിധാനം. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കായികമായിട്ടുള്ള പല സ്കൂളിൽ ഇപ്പം പിന്നെ ഈ ഷട്ടിൽ അതുപോലെ ഫുട്ബോൾ കോച്ചിങ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഡി അഡിക്ഷനുമായിട്ട് എന്താണ് ബന്ധം എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ കുറച്ചുകൂടി ഗഹനമായിട്ട് പോവുകയാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർ പലപ്പോഴും ഈ ക്ലാസ് അവേഴ്സോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റു പല ചിന്തകളിലേക്കും മറ്റു പല മേഖലകളിലേക്കും ഒക്കെ പലപ്പോഴും എത്തിപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടായ്മയ്ക്കുള്ള മേഖലകൾ പലപ്പോഴും സ്കൂളിൽ ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കുറവായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു മൈതാനം പോലും ഇല്ലാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ കുറവുള്ളതുമായിട്ട് ഉള്ള സ്കൂളുകൾ പലതും ഉണ്ടാകും. ഒരുപാട് ഡെവലപ്മെൻറ്റ് ആ മേഖലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അത് ഉള്ള സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത്തരം മേഖലകളിൽ ഈ പറഞ്ഞ രീതിയിൽ സ്കൂളിൽ നമ്മൾ ഈ പിന്നെ ഗ്രൗണ്ടുകൾ അങ്ങനെയുള്ള കുറേയേറെ പ്രവർത്തനങ്ങൾ ഈ വിമുക്തിയുടെ ഭാഗമായിട്ട് നടത്തി വരുന്നുണ്ട്. ഉണർവ് എന്നൊരു പ്രോഗ്രാം തന്നെയുണ്ട്. അതിന് സ്കൂളിൻ്റെ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ നേരത്തെ പറഞ്ഞ പോലെ മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ചിന്ത മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞു പോയി അവരെ എത്തിപ്പെടരുതാത്ത മേഖലകളിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിലും അതുപോലെ കുറച്ചും കൂടി കൺസ്ട്രക്റ്റീവായിട്ട് അവരെ നമ്മുടെ സമൂഹത്തോട് ചേർത്ത് പിടിക്കാനും അപ്പം അതിനുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഈ ജനമൈത്രി എക്സൈസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഈ ആദിവാസി ദുർബല മേഖലകളുമായി ബന്ധപ്പെട്ടിട്ട് വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്താണെന്ന് വെച്ചാൽ എക്സൈസിലെ പിന്നെ നമ്മുടെ ഈ സ്വാഭാവികമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ദുർബല വിഭാഗങ്ങളുടെ മേഖലകളിൽ അവിടെ പല സാമൂഹിക പ്രശ്നമായിട്ടും സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ നേരിടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ മുഖ്യധാരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുകിൽ അവർക്ക് ഏത് മേഖലയിലാണ് സപ്പോർട്ട് വേണ്ടത്. അപ്പോൾ അത് ചിലപ്പം ഈ പറഞ്ഞതുപോലെ സാമ്പത്തികാവസ്ഥ പിന്നെ അവർ മെച്ചപ്പെടണമെങ്കിൽ അവരുടെ തനത് മേഖലകൾ അതായത് കൃഷി ഉൾപ്പെടെയുള്ള തനത് മേഖലകളിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള പ്രോജക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ PSCയുടെ കോച്ചിങ് നടത്തുന്നുണ്ട്. അതായത് ആ മേഖലയിലെ പുതിയ തലമുറയെങ്കിലും അവരുടെ സാമൂഹിക അവസ്ഥയിൽ നമുക്ക് മാറ്റം വരുത്തണം. അങ്ങനെ ഈ പല മേഖലകളിലും പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഒരുപാട് എക്സൈസ് പോലീസ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വരാനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടേതായിട്ടുള്ള ആ ഭൗതികാവസ്ഥയുടെ ശരിയായ തിരിച്ചറിവോടുകൂടി അവർക്ക് അവിടെ ഇടപെടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു മേഖലകളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഔട്ട്പുട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ തീരദേശ മേഖലകളും അതുപോലെ ഞാൻ പറഞ്ഞത് ഈ എല്ലാ മേഖലകളിലും ഉള്ള സമഗ്രമായ ഒരു പിന്നെ ഇടപെടൽ രീതിയാണ് ഇപ്പോൾ. അപ്പോൾ അതിനകത്ത് പരിധികളില്ല. മുൻപത്തെ പോലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇവിടെ എന്താണ് ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിമുക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ എന്താണ് ഒരു സാധൂകരണം അല്ലെങ്കിൽ പ്രസക്തി എന്ന് നമ്മൾ ചോദിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഇല്ല. കാര്യം എന്താ, ഇതെല്ലാം പരസ്പരം കണക്റ്റഡാണ്. സമൂഹത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിശ്വാസങ്ങൾ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമുക്ക് ഇതിനനുസൃതമായിട്ട് ചിട്ടപ്പെടുത്തി ഓരോ വ്യക്തിയെയും നമ്മുടെ സംവിധാനത്തിനകത്ത് നിർത്തിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ളൊരു പ്രവർത്തന രീതിയാണ് നമ്മളിപ്പോൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ട്. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ
ഈ ഒരു വിഷയത്തെ പറ്റി നമുക്ക് അറിയാനുണ്ട്, കേൾക്കാനുണ്ട്. ആൻഡ് ജയചന്ദ്രൻ സാർ നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. നമ്മോടൊപ്പം ഒരുപാട് ഇൻഫർമേഷൻസ് പറഞ്ഞു തന്ന് ഈ ഒരു വിഷയത്തിലൂടെ നമ്മെ ബോധവാന്മാരാക്കിയത് നമ്മുടെ സ്വന്തം ജയചന്ദ്രൻ സാറാണ്. അദ്ദേഹം തിരുവനന്തപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണറാണ്. താങ്ക് യു സാർ. ആൻഡ് സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.